ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 2. 14 ലോകങ്ങളിലും ഏറ്റവും മുകളിലുള്ള ലോകമായിട്ടുള്ള സത്യലോകത്തിൽ ഭഗവാന്റെ അംശം ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെട്ടു. രജോ ഗുണം കൂടി നിൽക്കുന്നതുകൊണ്ട് തനിക്ക് സൃഷ്ടി ചെയ്യണം എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയവനായി ബ്രഹ്മാവ്. എന്നിട്ടോ ബ്രഹ്മാവ് ആലോചിച്ചു, എങ്ങനെ സൃഷ്ടി ചെയ്യണം, സൃഷ്ടികളുടെ രൂപം എങ്ങനെയായിരിക്കണം. കഴിഞ്ഞ കൽപ്പത്തിൽ പ്രളയം കഴിഞ്ഞ് സൃഷ്ടിയുടെ സമയത്ത് ഞാൻ സൃഷ്ടിച്ചതാണ് എന്നൊരു അഭിമാനം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അതിൽ ഒന്നുപോലും ഓർത്തെടുക്കാനാവുന്നില്ല. അപ്പോൾ എന്തൊക്കെ വേണം എന്ന് തെളിഞ്ഞു കിട്ടാത്തത് കൊണ്ട് ദുഃഖിതനായി ബ്രഹ്മാവ്. എല്ലാം ഭഗവാന്റെ ഇച്ഛ എന്ന് സ്വയം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാന്റെ ശബ്ദം അശരീരിയായിട്ട് മധുരമായിട്ട് കേട്ടു. തപ തപ എന്ന്, തപസ് ചെയ്യൂ എന്ന ആ ശബ്ദം കേട്ടു. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത് ത്വം ജഗദാം പദേ തപ തപ ഇതി ഏവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുർവം തപ പ്രേരണാം. നമുക്ക് അർത്ഥം നോക്കാം. സ അയം, ആ ബ്രഹ്മാവ്, എനിക്കിപ്പോൾ തന്നെ സൃഷ്ടി നടത്തണം എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടിയ ബ്രഹ്മാവ്. സ അയം വിശ്വവിസർഗ, വിശ്വത്തെ സൃഷ്ടിക്കുവാനായിട്ട്, ദത്തഹൃദയ, ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന ഹൃദയം കൊണ്ട്, സംപശ്യമാന സ്വയം നന്നായിട്ട് ഓർത്തു നോക്കി, ചിന്തിച്ചു നോക്കി. മുൻപത്തെ കൽപ്പത്തിൽ എങ്ങനെയായിരുന്നു ഓരോന്നും ഉണ്ടായിരുന്നത്, ഓരോന്നിനെയും സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു എന്ന് നല്ലോണം ചിന്തിച്ചു നോക്കി. സംപശ്യമാന സ്വയം ഇങ്ങനെ ആലോചിച്ചു. വിശ്വവിഷയം, അതാണ് ആലോചിച്ചത്. വിവിധങ്ങളായിട്ടുള്ള ചരാചരങ്ങൾ നിറഞ്ഞിട്ടുള്ള ലോക നിർമ്മാണത്തെക്കുറിച്ച്, എങ്ങനെയായിരുന്നു ഞാൻ മുമ്പ് ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ച് ഗാഢമായിട്ട് ആലോചിച്ചു. പക്ഷേ ബോധം ഖലു ന അനവാപ്യ, അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും വന്നില്ല, ബോധം ലഭിച്ചില്ല. ചിന്താകുലസ്തസ്തിവൻ, അപ്പോൾ വല്ലാത്ത വിഷമായി, ചിന്താകുലനായി. ഇനി എന്ത് ചെയ്താലാണ് എനിക്ക് ആഗ്രഹിച്ചതുപോലെ സൃഷ്ടി ചെയ്യാനാവുക എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തയിൽ മുഴുകി. അതാണ് ചിന്താകുലസ്തസ്തിവാൻ. അങ്ങനത്തെ 4 വരി ഇതാണ്. മനസ്സ് വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഈ ബ്രഹ്മാവ് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്താലാണ് സൃഷ്ടിക്കുള്ള അറിവ് എനിക്ക് തെളിഞ്ഞു കിട്ടുക എന്നാണ് ഈ ആദ്യ ഭാഗം. സോയം വിശ്വവിസർഗ ദത്തഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം, ബോധം ലഭിച്ചില്ല. ചിന്താകുലസ്തസ്തിവാൻ, ഭഗവാനെ തന്നെ ആലോചിച്ചു, എനിക്ക് ഒരു വഴി കാട്ടിത്തരണേ എന്ന്. അപ്പം എന്തുണ്ടായി? താവത്ത്, ആ സമയത്ത്, അപ്പോൾ, ത്വം ജഗദാം പദേ, എൻ്റെ മുന്നിലിരിക്കുന്ന ഭഗവാനെ, അങ്ങ് തന്നെ, ത്രൈലോക്യനാഥനായിട്ടുള്ള സകല ജഗദീശ്വരനായിട്ടുള്ള അങ്ങ്, താവതപ്പോൾ, തപേ ഇതി ഏവം, തപസ് ചെയ്യൂ എന്ന വാക്ക് ബ്രഹ്മാവിനെ വൈഹായസി, ആകാശവാണിയായിട്ട്, അശരീരിയായിട്ടുള്ള ശബ്ദം, രൂപം കാണിക്കാതെ ശബ്ദം മാത്രമായിട്ട്, വാണിയും ഏനം, ഈ വാക്കുകൾ, തപ എന്നുള്ള ആ വാക്കുകൾ, അശിശ്രവ, ബ്രഹ്മാവിനെ വ്യക്തമായിട്ട് കേൾപ്പിച്ചു. അതെങ്ങനെയുള്ള വാക്കായിരുന്നു? ശ്രുതിസുഖം, കാതുകൾക്ക് കേൾക്കാൻ ഏറ്റവും മധുരമായതായിരുന്നു, സുഖമുള്ള വാക്കുകളായിരുന്നു ഭഗവാന്റെ വാണി. കുർവം തപപ്രേരണ, അങ്ങനെ തപസ്സു ചെയ്യാൻ ശക്തിയായി ആഹ്വാനം ചെയ്യുന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ
ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു ബ്രഹ്മാവിന്. അങ്ങനെ തപസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതാണ് ഇതിൻ്റെ അർത്ഥം. താവത്വം ജഗദാംപദേ, ആ സമയത്ത് ജഗദീശ്വരനായ ഭഗവാനെ, അങ്ങയുടെ തന്നെ, ആ ഗുരുവായൂരപ്പനെ നോക്കിയിട്ട് പറയാണ്, തപ എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെയല്ലേ? വൈഹായസിയായിട്ട്, ശരീരം കാണാതെ അശരീരിയായിട്ട് പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ സങ്കടമൊക്കെ മാറി ശ്രുതി സുഖം, മധുരമായിട്ടുള്ള ശബ്ദം കേട്ട ആ സന്തോഷം കൊണ്ട് ഭഗവാന്റെ പ്രേരണയോടുകൂടി ബ്രഹ്മാവ് സൃഷ്ടിക്ക് തയ്യാറായി. അതാണ്. അങ്ങനെ ബ്രഹ്മാവിനെ തക്ക സമയത്ത് ഉപദേശിച്ച ഭഗവാൻ എന്നെപ്പോലെ ക്ലേശം അനുഭവിക്കുന്ന, എന്നാൽ ഭഗവാനിൽ അഭയം പ്രാപിച്ചിട്ടില്ല എല്ലാവരെയും വേണ്ടത് വേണ്ടപ്പോൾ തോന്നിക്കണേ എന്നാണ്. അങ്ങനെ ഇതിലൊരു അർത്ഥമുണ്ട്. എന്നാൽ മാത്രമേ എന്തു പ്രവൃത്തിയും സഫലമാവുള്ളൂ. തപസ് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള പരിശ്രമം, ചൂട് പിടിക്കണം തലയും ഹൃദയവും ഒക്കെ, അതുപോലെ ശ്രമിക്കണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാവും. ഒരു ചിത്രം വരയ്ക്കുന്ന ചിത്രകാരനായിക്കോട്ടെ, ശില്പിയാവട്ടെ, എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു കാര്യം ശരിയായി വരണമെങ്കിൽ അതിന് നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടണം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ശക്തി നമുക്ക്, ഭഗവാന്റെ ആ ശക്തി നമുക്ക് കൈവരും. അല്ലാതെ എൻ്റെ കഴിവാണ്, എനിക്ക് തന്നെ സാധിക്കും എന്നൊരിക്കലും കരുതാൻ പാടില്ല. നമുക്ക് എന്ത് വേണം? ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ബ്രഹ്മാവ് ശുശ്രൂഷു എന്ന് പറഞ്ഞില്ലേ, സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിച്ചു. അതുപോലെ നമുക്ക് ഇപ്പം നമ്മളുടെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് മാറണം എന്ന് നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കണം. പിന്നെ അതിനെ പരിശ്രമിക്കണം, നന്നായിട്ട് ഡോക്ടറെ കാണാൻ, മരുന്ന് കഴിക്കുക, അതൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കുട്ടിക്ക് പരീക്ഷയാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് അത് ആഗ്രഹിക്കുകയും വേണം, അതിനനുസരിച്ച് ബുദ്ധിമുട്ടി അത് പഠിക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി വരും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ സൃഷ്ടിക്ക് മുൻപ് ബ്രഹ്മാവ് എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് അതിനുള്ള അറിവ് കിട്ടിയത്, ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള അർഹത എങ്ങനെയുണ്ടായി, അതൊക്കെയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. സർവജഗത്പതിയായിട്ടുള്ള ഭഗവാനെ, അങ്ങ് തന്നെയാണല്ലോ വിഷമിക്കുന്ന ബ്രഹ്മാവിന് നേർവഴി കാണിച്ചു കൊടുത്തത്. ആദ്യം അല്പ അഹങ്കാരം, അഭിമാനം എന്ന് പറഞ്ഞാൽ മതി, അഭിമാനം ഉണ്ടായിരുന്നു. എങ്കിലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ആ സമർപ്പണ ഭാവം വന്നപ്പോൾ ഭഗവാന്റെ ആ ശബ്ദം ചെവിയിൽ കേട്ടുല്ലോ. അതുപോലെ എനിക്കും മറ്റാശ്രയമൊന്നുമില്ലാത്ത ഭക്തന്മാർക്കും ഓരോ വിഷമഘട്ടത്തിലും അങ്ങ് തന്നെ വന്ന് നേർവഴി കാട്ടിത്തരണേ, അതിനുള്ള അർഹത ഞങ്ങൾക്കുണ്ടാക്കി തരണേ എന്നും കൂടിയും ഈ ശ്ലോകത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സമ്പശ്യമ